നമസ്കാരം. മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശന യാത്രയിൽ ഒരു പ്രധാന ക്ഷേത്രമാണ് കൂടൽമാണിക്യത്തെ ഭരതസ്വാമി ക്ഷേത്രം. ദശരഥപുത്രന്മാരുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുന്നത് വളരെ പുണ്യമാണെന്നാണ് വിശ്വാസം. നാലമ്പല ദർശനങ്ങളിൽ ആദ്യം ദർശിക്കേണ്ടത് ശ്രീരാമനെയും, ശേഷം ഭരതനെയും, ലക്ഷ്മണനെയും, ഒടുവിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നെയുമാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ യാത്രയിൽ ആദ്യം എത്തിച്ചേർന്നത് തിരുമുഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. അതിനുശേഷം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തുടർന്നാണ് ഭരതസ്വാമി ക്ഷേത്രം സന്ദർശിക്കാനായി കൂടൽമാണിക്യത്തേക്ക് പുറപ്പെട്ടത്. നാലമ്പല തീർത്ഥാടകരെ വരവേൽക്കാൻ ക്ഷേത്രം ഭാരവാഹികൾ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഞങ്ങളുടെ വാഹനം കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേകം പാർക്കിംഗ് ഏരിയ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. കർക്കിടക മാസം പൊതുവെ മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ സന്ദർശനം സുഗമമാക്കുന്നതിനു വേണ്ടി ക്ഷേത്ര കവാടം മുതൽ ആവശ്യമായ പന്തലും മറ്റു സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള പ്രധാന കവാടം വഴിയുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തലാക്കി പകരം മുൻപിൽ തന്നെയുള്ള ചെറിയ വാതിലിലൂടെയാണ് ഭക്തജനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. സന്ദർശകർക്കെല്ലാം ദർശനം ലഭിക്കുവാൻ പാകത്തിൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ ക്ഷേത്ര കവാടവും കടന്ന് ദർശനത്തിനായുള്ള ക്യൂവിൻ്റെ പിന്നിലായി ഇടം പിടിച്ചു. ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമൻ്റെ മൂത്ത അനുജനായ ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. വളരെ സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട്. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസത്തെ കൊടിയേറ്റുത്സവവും തുലാമാസത്തിലെ തിരുവോണം നാളിലെ തൃപ്പൂത്തിരിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഐതിഹ്യപ്രകാരം ദ്വാരക കടലിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദശരഥപുത്രന്മാരുടെ 4 വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയും ഈ വിഗ്രഹങ്ങൾ മത്സ്യബന്ധനത്തിനെത്തിയ മുക്കുവർക്ക് ലഭിക്കുകയും ചെയ്തു. അവർ അത് അന്നത്തെ കരപ്രമാണിയായ വാക്കയിൽ കൈമൾക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് വിഗ്രഹങ്ങൾ യഥാക്രമം ശ്രീരാമ വിഗ്രഹം തൃപ്രയാറിലും, ഭരത വിഗ്രഹം കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹം പായമ്മലിലും സ്ഥാപിച്ച് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. ചേര സാമ്രാജ്യകാലത്ത് 7ാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽമാണിക്യം ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. 1100 കൊല്ലം മുമ്പ് കൊല്ലവർഷം 30-ൽ ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്തതായുള്ള ശിലാരേഖ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി, ശാസ്താവ് തുടങ്ങിയ ഉപദേവന്മാർ ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമേ ചെയ്യാറുള്ളൂ. വാതിൽ മാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെ ഇല്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു. എതിരേറ്റു പൂജയും പന്തീരടി പൂജയും ഇവിടെ ഇല്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഇവിടെ ഉത്സവ ബലിയുമില്ല, ശ്രീഭൂതബലി മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. പൂജയ്ക്കായി കർപ്പൂരം, ചന്ദനത്തിരി മുതലായവ ഉപയോഗിക്കുന്നില്ല.
കൂടൽ മാണിക്യം സ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ശ്വാസ സംബന്ധമായ രോഗത്തിൻ്റെ നിവാരണത്തിനായി ക്ഷേത്ര തീർത്ഥത്തിൽ മീനൂട്ട് വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായ താമരമാല ചാർത്തൽ വർഷകാലത്ത് ഉത്സവ അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ നടത്താറുണ്ട്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീബിനി എന്ന മഹർഷി ഏറെക്കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം. ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു അനുഗ്രഹിച്ചു. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ ഇവിടേക്ക് വരുത്തി കുലീബിനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമൻ്റെ സഹോദരനുമായ ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഉപദേവതകളില്ല. വിഗ്രഹത്തിന് ഏകദേശം ഒരാൾ പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. കോദണ്ഡവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു. കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു. അത് കിരീടത്തിൻ്റെ മുകളിലൂടെ രണ്ടു വശങ്ങളിലേക്കുമായി പാദം വരെ നീണ്ടുകിടക്കുന്നു. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിനു മുൻപിലെ ആൽത്തറയിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. നാലമ്പലവും ബലിക്കൽപ്പുരയും രണ്ടു നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും നമസ്കാര മണ്ഡപവുമെല്ലാം സാമാന്യം വലിപ്പമുള്ളവയാണ്. ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കലാചാരുതയോടെ ധാരാളം ശില്പങ്ങളുണ്ട്. ബലിക്കൽപ്പുരയും വലിയമ്പലവും എല്ലാം ചെമ്പുമേഞ്ഞവയാണ്. തൃശ്ശൂരിൽ നിന്നും 21 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഞങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് കുലീബിനി തീർത്ഥ പ്രദക്ഷിണവും പൂർത്തിയാക്കി ക്ഷേത്രത്തിന് പുറത്തേക്ക് കടന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.